Hi all, hearty welcome to our spoken English class. അപ്പോൾ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാരണം, എന്താണ് കാരണം എന്നറിയുന്നതിന് വേണ്ടി എന്തിന് എന്നുള്ള ചോദ്യത്തിന്റെ അതെങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഈ വീഡിയോ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചെറിയ കമന്റ്സ്, ലൈക്സ്, പിന്നെ ഷെയർ, ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ചേക്കണം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ വേർഡ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ വ്യക്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തിന് എന്നുള്ള ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നമ്മൾ ചോദിക്കുന്നത് വൈ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചിട്ടാണ്. വൈ നമ്മളെല്ലാവരും കേട്ട് കാണും. വൈ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ നമുക്ക് സംഭാഷണത്തിൽ ഉപയോഗിക്കാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. വൈ വെച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും അതിന് മിക്കവാറും നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പൊ എന്തുകൊണ്ട്, എന്തിന്, എന്തിനാണ് നിങ്ങൾ അത് ചെയ്യുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തു, എന്തുകൊണ്ട് നിങ്ങൾ കരഞ്ഞു, അങ്ങനെ എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, അതായത് റീസൺ നമുക്ക് കിട്ടേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വൈ വെച്ചുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട്. അപ്പൊ നമുക്ക് വൈ കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ഡു ചേർക്കാം, അല്ലെങ്കിൽ ആർ ചേർക്കാം, അല്ലെങ്കിൽ ഈസ് ചേർക്കാം, അല്ലെങ്കിൽ ആം ചേർക്കാം. വൈ ആം ഐ ഗോയിങ് ദർ, ഞാൻ അവിടെ എന്തിനാണ് പോകുന്നത് എന്നുള്ള ചോദ്യം. അപ്പൊ അതുപോലെ നമുക്ക് ഈസ് ചേർക്കാം, ആം ചേർക്കാം, ആറ് ചേർക്കാം, വാസ് ചേർക്കാം, വേർ ചേർക്കാം, ഡു ചേർക്കാം, ഹാവ് ചേർക്കാം, ഹാഡ് ചേർക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് അവിടെ ചേർക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഏത് രീതിയിലാണ് ചോദിക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വൈ കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ ചേർക്കാനായിട്ട്. ഒരാൾ ചിരിക്കുന്നു, അപ്പൊ നമുക്ക് അറിയണം എന്താണ് റീസൺ എന്ന്. അപ്പൊ നമ്മൾ ചോദിക്കും വൈ ഡു യു ലാഫ്, വൈ ഡു യു ലാഫ് ചോദിക്കുമ്പോഴേക്കും നീ എന്തിനാണ് ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ നീ എന്തിനാണ് കരയുന്നത്, വൈ ഡു യു ക്രൈ, വൈ ഡു യു ക്രൈ, നീ എന്തിനാണ് കരയുന്നത്. പിന്നെ നീ എന്തിനാണ് പോകുന്നത്, വൈ ഡു യു ഗോ, നീ എന്തിനാണ് പോകുന്നത്. നീ എന്തിനാണ് വരുന്നത്, വൈ ഡു യു കം, വൈ ഡു യു കം. നീ എന്തിനാണ് കരയുന്നത്, വൈ ഡു യു ക്രൈ. നീ എന്തിനാണ് ചിരിക്കുന്നത്, വൈ ഡു യു ലാഫ്. നീ എന്തിനാണ് തിന്നുന്നത്, വൈ ഡു യു ഈറ്റ്. നീ എന്തിനാണ് ഉറങ്ങുന്നത്, വൈ ഡു യു സ്ലീപ്പ്. നീ എന്തിനാണ് പഠിക്കുന്നത്, വൈ ഡു യു സ്റ്റഡി. നീ എന്തിനാണ് പോകുന്നത്, വൈ ഡു യു ഗോ. കണ്ട, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ഒരു റീസൺസ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ വൈ ഡു യു ഗോ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ ആൻസർ പറയും ബിക്കോസ് ഐ വോണ്ട് ടു സ്റ്റഡി. വൈ ഡു യു ഈറ്റ്, നീ എന്തിനാണ് തിന്നുന്നത്, ബിക്കോസ് ഐ വാണ്ട് ടു ബി ഹെൽത്തി. വൈ ഡു യു ലാഫ്, ബിക്കോസ് ഐ ഹേർഡ് എ ജോക്ക്, കണ്ടൊരു തമാശ കേട്ടത് കൊണ്ടാണ് ചിരിക്കുന്നത്. വൈ ഡു യു ക്രൈ, നീ എന്തുകൊണ്ടാണ് കരയുന്നത്. അപ്പൊ എന്തോ ഐ ബിക്കോസ് ഐ ഫീൽ പെയിൻ, വേദന ഉള്ളത് കൊണ്ടാണ് കരയുന്നത്. കേട്ടോ, അപ്പൊ ഓരോ ഇതിനും ചോദ്യത്തിനും ആൻസേഴ്സ്, റീസൺസ്, ബിക്കോസ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ തുടങ്ങുന്ന ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി കഴിഞ്ഞ കാലത്തിലെ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഡു എന്നതിന് പകരം നമ്മൾ അവിടെ ഡിഡ് എന്ന് ചേർക്കും. അപ്പൊ വൈ ഡിഡ് യു ഗോ, നീ എന്തിനാണ് പോയത്. നീ എന്തിനാണ് കരഞ്ഞത്, വൈ ഡിഡ് യു ക്രൈ. നീ എന്തിനാണ് ചിരിച്ചത്, വൈ ഡിഡ് യു ലാഫ്. നീ എന്തിനാണ് തിന്നത്, വൈ ഡിഡ് യു ഈറ്റ്. നീ എന്തിനാണ് പഠിച്ചത്, വൈ ഡിഡ് യു സ്റ്റഡി. നീ എന്തിനാണ് എഴുതിയത്, വൈ ഡിഡ് യു റൈറ്റ്. നീ എന്തിനാണ് വന്നത്, വൈ ഡിഡ് യു കം. കണ്ടോ, അപ്പൊ നമ്മൾ ഡു എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഇവിടെ ഡിഡ് എന്ന് പറഞ്ഞ വാക്കാണ് ചേർത്തത്. അത് കഴിഞ്ഞ കാലത്തിൽ ഉള്ള കാര്യങ്ങളെ കാണിക്കുന്നതിനാണ് നമ്മൾ ഡിഡ് എന്ന് പറയുന്ന വാക്ക് അവിടെ ചേർത്തത്. ഇപ്പോൾ ഉള്ള കാലത്ത് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ, ഇപ്പൊ നീ എന്തുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്,
വൈ ആർ യു ക്രൈയിങ് ഉണ്ട്, ആർ പിന്നെ ക്രൈയിങ് ING. വൈ ആർ യു ക്രൈയിങ്, ക്രൈയിങ്, ലാഫിങ്, സിറ്റിംഗ്, സ്റ്റാൻഡിങ് അങ്ങനെയൊക്കെയുള്ള വാക്കുകളും ആർ, യു ആണെങ്കിൽ ആർ എന്നുള്ളത് ചേർക്കും. ഓക്കെ, അപ്പൊ വൈ ആർ യു ക്രൈയിങ്, നീ എന്തുകൊണ്ടാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? വൈ ആർ യു ലാഫിങ്. നീ എന്തുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? വൈ ആർ യു സ്റ്റഡിങ്. നീ എന്തുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്? വൈ ആർ യു കമ്മിങ്. നീ എന്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? വൈ ആർ യു ഗോയിങ്. നീ എന്തുകൊണ്ടാണ് തിന്നുകൊണ്ടിരിക്കുന്നത്? വൈ ആർ യു ഈറ്റിംഗ്. കണ്ട, അപ്പൊ യു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ആർ ചേർത്തത്. അതിന് പകരം നമുക്കിപ്പോ ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് അവിടെ മാറും, അവിടെ ആറിന് പകരം ഇസ് ആകും. അപ്പൊ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം, അവൻ എന്തുകൊണ്ടാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? വൈ ഈസ് ഹി ലാഫിങ്. അവൻ എന്തുകൊണ്ടാണ് തിന്നുകൊണ്ടിരിക്കുന്നത്? വൈ ഈസ് ഹി ഈറ്റിംഗ്. അവൾ എന്തുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? വൈ ഈസ് ഷീ ക്രൈയിങ്. അത് എന്തുകൊണ്ടാണ് തിന്നുകൊണ്ടിരിക്കുന്നത്? വൈ ഈസ് ഇറ്റ് ഈറ്റിംഗ്. കണ്ട, അതങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി മാറും. കഴിഞ്ഞുപോയ കാലത്തിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെങ്കിൽ നമ്മളവിടെ ഈസ് എന്നുള്ളതിനും ആർ എന്നുള്ളതിനും ഒക്കെ പകരമായിട്ട് നമ്മളിവിടെ വാസ്, വേർ എന്നൊക്കെ ചേർക്കും. ഓക്കെ, അപ്പൊ നീ എന്തുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടിരുന്നത്? വൈ വേർ യു ക്രൈയിങ്. അവൾ എന്തുകൊണ്ടാണ് ചിരിച്ചുകൊണ്ടിരുന്നത്? വൈ വാസ് ഷീ ലാഫിങ്. അത് എന്തുകൊണ്ടാണ് തിന്നുകൊണ്ടിരുന്നത്? വൈ വാസ് ഇറ്റ് ഈറ്റിംഗ്. അവർ എന്തുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്? വൈ വേർ ദേ സ്റ്റഡിങ്. കണ്ടോ, ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി മാറും. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.